ജിയെക്കുറിച്ചുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. എ കെ ഗോപാലൻ ജനിച്ച സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി. ലോക്സഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക ലീഡർ ആയിരുന്നു എ കെ ഗോപാലൻ. അൺഒഫീഷ്യൽ ഒപ്പോസിഷൻ ലീഡർ ആയിരുന്നു എ കെ ജി. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ജി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ, ഇംഗ്ലീഷിൽ ക്രൂസൈഡർ ഓഫ് ഡൗൺ ത്രോഡൻ. എ കെ ജി പട്ടിണി ജാഥ നടത്തിയ വർഷം 1936. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് എ കെ ജി 1936 പട്ടിണി ജാഥ നടത്തിയത്. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനും കൂടെയുണ്ടായിരുന്നത് കെ പി ആർ ഗോപാലനും. കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ സമരം മൊറാഴ സമരം. വർഷം 1940. സ്ഥലം കണ്ണൂർ. മലബാർ ജാഥ നടത്തിയ വർഷം 1937. സ്ഥലം കോഴിക്കോട് നിന്ന് തിരുവിതാംകൂർ വരെ. 1960 കർഷക ജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എ കെ ജി സംഘടിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ കെ ജി. എ കെ ജി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. എ കെ ജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിതകഥ. ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ. എ കെ ജിയുടെ ബയോഗ്രഫിയുടെ പേരാണ് ഇൻ ദ കോസ് ഓഫ് ദി പീപ്പിൾ. എ കെ ജിയുടെ പ്രധാന മറ്റു 2 പുസ്തകങ്ങളാണ് മണ്ണിനു വേണ്ടി കൂടാതെ എൻ്റെ പൂർവകാല സ്മരണകൾ. ജി പി പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ജി പി പിള്ള. എന്താണ് മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ എല്ലാ ഉദ്യോഗങ്ങളും തമിഴ് ബ്രാഹ്മണർക്ക് നൽകുന്നതിനെതിരെ ജി പി പിള്ള മലയാളികളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 10,028 മലയാളികളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് ജി പി പിള്ള സമർപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഫറൻസിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ജി പി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ് ജി പി പിള്ള. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് ആരുടെ പത്രമാണ്? ജി പി പിള്ള. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ. അതുകൂടാതെ ഇങ്ങനെയും ചോദിക്കാം, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ കേരള. ജി പി പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്.